ലോകത്തെ വലിയ ചിത്രകാരനായ പാബ്ലോ പിക്കാസോ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. വളരെ സ്പീഡായിട്ട് വളരെ അർജൻസിയോട് കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ മുന്നിൽ വന്നു നിന്ന് എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, പിക്കാസോ, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധികയാണ്, എനിക്കൊരു ചിത്രം വരച്ചു തരണം എന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടു. അപ്പോൾ പിക്കാസോ പറയുകയുണ്ടായി, എനിക്ക് കുറച്ച് അർജൻസി ഉണ്ട്, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദൂരത്തെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഇപ്പൊ എനിക്ക് കഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ വല്ലാതെ വാശി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിന്ന് ചിത്രം കിട്ടിയേ തീരും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയും എന്നൊക്കെ വല്ലാതെ വാശി പിടിച്ചപ്പോൾ പിക്കാസോ എന്ത് ചെയ്തറിയോ, തൻ്റെ പോക്കറ്റിലുള്ള ഒരു പേനയെടുത്ത് ഒരു കടലാസിൽ ജസ്റ്റ് ഒരു ചിത്രം വരച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം വരച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു. സ്ത്രീ താങ്ക്സ് പറഞ്ഞു, രണ്ടാളും പിരിഞ്ഞു പോയി. അങ്ങനെ ഈ സ്ത്രീ ആ വീട്ടിലെത്തി ഈ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് 1 മിനിറ്റ് കൊണ്ട് വരച്ച ചിത്രമാണല്ലോ, നല്ല രസമുണ്ട് എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. ഒരു ദിവസം സ്ത്രീക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി, ഇതൊന്ന് ജസ്റ്റ് ചന്തയിൽ പോയിട്ടൊന്ന് ലേലം വെച്ചാല് അല്ലെങ്കിൽ വിറ്റാല് എത്ര പൈസ കിട്ടും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ ആ സ്ത്രീ ചന്തയിൽ പോയിട്ട് ആ ചിത്രം വെച്ചിട്ട് ഇത് ലേലം വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായി ലേലം വിളിച്ച് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാക്സിമം വില 2 ലക്ഷം രൂപ വരെ എത്തി. അങ്ങനെ ആ സ്ത്രീ 2 ലക്ഷം രൂപക്ക് ആ ചിത്രം വിൽക്കുകയും ക്യാഷ് വാങ്ങി വീട്ടിലെത്തിയിട്ട് ആ സ്ത്രീ ചിന്തിക്കുകയാണ്, 1 മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം വരച്ചു, അതിന് 2 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ എത്ര ചിത്രങ്ങൾ വരച്ച് വിൽക്കാം, എത്ര പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലായി. അങ്ങനെ ആ സ്ത്രീ പറയുകയാണ്, എനിക്കും ചിത്രം പഠിക്കണം, ഇതുപോലെ വരച്ച് വിൽക്കണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളതായി ആ സ്ത്രീയുടെ ചിന്താഗതി. അങ്ങനെ വീണ്ടും ഈ പിക്കാസോയെ ഒരിക്കൽ ആ സ്ത്രീ കണ്ടുമുട്ടിയപ്പോൾ ആ സ്ത്രീ പിക്കാസോയോട് പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് വരച്ചു തന്ന ചിത്രം ഞാൻ ലേലത്തിൽ വിറ്റു, അതിന് എനിക്ക് 2 ലക്ഷം രൂപയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്കും ചിത്രം വരക്കാൻ പഠിക്കണം, എനിക്കും ഇതുപോലെ കുറെ പൈസ ഉണ്ടാക്കണം എന്ന്. അപ്പോ പിക്കാസോക്ക് ഭയങ്കര ദേഷ്യായി. ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചിത്രം വരക്കാൻ പഠിക്കുകയും ചെയ്യണം, എന്നിട്ട് ഇത് വിൽക്കുകയും ചെയ്യണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള മെന്റാലിറ്റി, എല്ലാം പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ സ്ത്രീ സംസാരിച്ചത്. അതാണ് പിക്കാസോക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചത്. പിക്കാസോ പറഞ്ഞു, ഞാനിതൊരിക്കലും 1-2 വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ ഏകദേശം ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ 30 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത്രയും വർഷം എൻ്റെ സ്കില്ലിനെ മൂർച്ച കൂട്ടിയിട്ടാണ് ഞാൻ ഈ ലെവലിൽ എത്തിയത്. അല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒന്നല്ല ഈ ചിത്രം, അല്ലെങ്കിൽ ഞാൻ ഈ 1 മിനിറ്റ് കൊണ്ട് വരച്ചത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ല എന്ന് ആ സ്ത്രീയോട് പറഞ്ഞ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നത്തെ പൊതു സമൂഹത്തിലുള്ള ഒരു പ്രശ്നവും എല്ലാം പെട്ടെന്നാവുക എന്നുള്ളതാണ്. എല്ലാം ഒരു കോഴ്സ് പഠിക്കുക, ഇന്ന് ജയിക്കുക, നാളെ ജോലി കിട്ടുക, അതിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എല്ലാം സാവധാനം നമ്മൾ ട്രെയിൻ ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കി, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രീംസിലേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്കൊക്കെ എത്താൻ കഴിയും. അതുകൊണ്ട് ഈ പിക്കാസോ പറഞ്ഞ ആ വാക്ക്, ഈ പിക്കാസോയുടെ ഈ കഥ നമ്മൾ ലൈഫിൽ എന്നും ഓർത്തിരിക്കണം. എല്ലാം മെല്ലെയാവും. നല്ലതാണോ? ടേക്സ് ടൈം. ഒരുപാട് സമയമെടുക്കും. നല്ലതാവണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.